ഹലോ ഗേസ്, ഞാൻ വീട് മാറുന്നതിൻ്റെ വീഡിയോസ് കുറച്ച് എടുത്തേട്ടാ. വീട് മാറുമ്പോൾ ഒരു പണി തന്നെയല്ലേ. അങ്ങനെ ഷമീർച്ച വന്നിട്ടില്ല, ഷമീർച്ച ആളെ ഏൽപ്പിച്ച് തന്നിട്ടാ. അങ്ങനെ ഷമീർച്ച ഏൽപ്പിച്ച ആൾക്കാർ വരുമ്പോൾ കട്ടിലും ഇതെല്ലാം 3 ട്രിപ്പ് ഉണ്ടായിരുന്നു കേട്ടാ. ഒന്നാമത് കട്ടിലെല്ലാം വന്നേ ഉള്ളൂ, പക്ഷേ പിള്ളേരുടെ ഡ്രസ്സും ഇതെല്ലാം കൂടിയിട്ടാണ് 3 ട്രിപ്പായത്. അങ്ങനെ എല്ലാ സാധനവും കൊണ്ടുപോയിട്ട് കുറച്ച് ടി വിയും ബാസ്ക്കറ്റ് ഇങ്ങനത്തെ റിക്ഷയിൽ കൊണ്ടുപോകാൻ നിന്നിട്ട് ഞാൻ പിന്നെ തന്നതുപോലെ തന്നെ നമ്മൾ നീറ്റായിട്ട് കൊടുക്കണ്ടേ. എങ്ങനെ ആയാലും നമ്മൾ നീറ്റായിട്ട് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കില്ലേ. അങ്ങനെ ഉള്ളടിക്കുകയും തുടക്കുകയും എല്ലാം ചെയ്യുന്ന രംഗമാണ് കേട്ടോ പഴയ വീട്ടിലിത്. രാവിലെ റെസ്റ്റ് ഇല്ല, രാവിലെ പോയിട്ട് ക്വാർട്ടേഴ്സ് വൃത്തിയാക്കി വന്നിട്ട് പിള്ളേർക്ക് ഫുഡാക്കി കൊടുത്താകുമ്പോൾ വണ്ടി വന്നിട്ട് എല്ലാം ഇതാണ്. ഞാൻ രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചതിനോട് ഉള്ളതാണ് കേട്ടോ. അങ്ങനെയാണ് ഇവിടെ ഫുള്ള് വൃത്തിയാക്കി നീറ്റാക്കിയിട്ട് അടുക്കളയിലും ഫുള്ള് നീറ്റാക്കാറുണ്ട്. എല്ലാം നീറ്റാക്കിയിട്ട് അത്ര ഞാൻ പോകുന്നു കേട്ടോ. അല്ലെങ്കിൽ നാളെ പെട്ടെന്ന് തന്നെ ഒരു ഇത് പറഞ്ഞേക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനെല്ലാം നീറ്റാക്കിയിട്ട് തന്നെ എവിടെയും പോവല്. അതുപോലെ നീറ്റാക്കിയിട്ട് തന്നെ അവിടെ തന്നതുപോലെ തന്നെ നീറ്റാക്കിയിട്ട് തന്നെ കൊടുക്കണം എന്നുള്ളൊരു ഉത്തരവാദിത്തത്തോടെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ വാടക ഓണറുമായിട്ട് ഞാൻ ഇന്നും ഒരു പ്രശ്നവുമില്ല. അയാൾക്ക് ഇപ്പം എന്നോട് നല്ല ഇതാന്ന് ഞാനിപ്പം ഇതന്നെ കേട്ടോ. അങ്ങനെ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ എല്ലാം അതേപോലെ നീറ്റാക്കിയിട്ട് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടില്ല. നേരത്തെ വെച്ചിട്ട് തന്നെ ഫുള്ള് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞെങ്കിൽ നമുക്കൊരു സമാധാനമല്ലേ. പക്ഷേ ഇവിടെ വൃത്തിയാക്കിയാലും നമുക്ക് അവിടെ പോയിട്ട് ഫുള്ള് ക്ലീനിങ് ഉണ്ട് കേട്ടോ. അതിനും എല്ലാം നീറ്റാക്കിയിട്ട് കൊടുത്തിട്ട് തന്നെ ഇതാക്കി നമുക്കൊരു സമാധാനമല്ല. മനസ്സിൽ നിറഞ്ഞ് കൊടുത്താണെങ്കിലും നമുക്കൊരു സമാധാനമല്ലേ അറിഞ്ഞിട്ടാണ്. അങ്ങനെ എൻ്റെ മഫല്ല കേട്ടോ, അപ്പുറത്തുനിന്ന് മഫ് മേടിച്ചതാണ്. അതെല്ലാം പുതിയ കോട്ടീസിലായില്ലേ. അങ്ങനെ ഞാൻ എല്ലാം സെറ്റാക്കി അൽഹംദുലില്ലാ എടുത്തമ്പോൾ എത്തിച്ചിട്ടുണ്ട്. സെറ്റാക്കുന്ന വലിയൊരു പണിയാണ്. എന്താ വെച്ചാൽ വലിയൊരു പണി. എത്രയോ ഡ്രസ്സും എല്ലാം ഇതാക്കി. അങ്ങനെ ഇത് ഹാളാണ് കേട്ടോ. ഫ്രണ്ട് കയറുന്നത് അവിടെ തന്നെ റൂമും ഫുള്ള് ബക്കറ്റെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. മക്കളെ ഡ്രസ്സാണ് എല്ലാത്തിലും ഇടുന്നതായിട്ടാണ്. ഓരോരോ ഡ്രസ്സിലെ ആണ് 3 ആളതൊക്കെ ഇടല്. അങ്ങനെ മുകളിൽ ടി വി അങ്ങനത്തെ വെച്ചിട്ട് സെറ്റാക്കി. പിന്നെയെന്ന് വെച്ചാൽ സോഫ എല്ലാം വെക്കാനാവില്ല. എന്നിട്ട് അങ്ങനെ കിച്ചണിൽ ഫുള്ള് ഒരുപാട് പാത്രങ്ങൾ ഇട്ടാൽ എനിക്ക് ഉള്ളത് എല്ലാം ഭരണികളും അങ്ങനെ ഗ്ലാസും ഇതെല്ലാം ആയിട്ട് അങ്ങനെ പാത്രം ഒരുപാട് മുകളിൽ കയറ്റി അത്യാവശ്യത്തിന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അങ്ങനെ അൽഹംദുലില്ലാ പാല് കാച്ചിയോടെ നമുക്ക് ആരംഭിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാല് കാച്ചുന്നതോടെ നമുക്ക് ആരംഭിക്കാറുണ്ടാണ് അങ്ങനെ തുടങ്ങിയത്. അങ്ങനെ പഴം പൊരിച്ചതും പാല് കാച്ചതൊന്നും ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതെല്ലാം കഴിയുമ്പോൾ എൻ്റെ നടു ഒരു ബൈക്കായിട്ടാണ്. ഒറ്റക്കാരനെ എടുത്ത് വെക്കണ്ടേ. അങ്ങനെ ഇത് വാഷ് മെഷീൻ വെക്കുന്ന സ്ഥലമാണ്. ഇത് വാഷ് ബേസ്, പിന്നെ ബാത്റൂം ചെറിയ ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള രീതിയാണ് കേട്ടോ. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പം എല്ലാവരും വീഡിയോ കാണാത്തവരെങ്കിൽ വീഡിയോ കാണണം. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. വീണ്ടും വീഡിയോസ് എല്ലാം കണ്ട് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. കമൻറ്റിൽ അറിയിച്ചിട്ട് പോസിറ്റീവായാലും നെഗറ്റീവായാലും അറിയിക്കണം. അപ്പം ഓക്കെ, ബായ്. അടുത്ത വീഡിയോ വരുന്നത് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പം സ്കിപ്പ് ചെയ്യാതെ കാണണേ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നാൽ മാത്രമേ എനിക്ക് പ്രയോജനം കിട്ടും. അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. അപ്പം വേറൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും പേടിക്കണ്ട. അയ്യോ.